പോളിംഗ് ശതമാനം രാവിലെയൊക്കെ വളരെ കുറവായി കാണുന്ന ഒരു ജില്ലയാണ്. പക്ഷേ കാസർഗോഡും ഇപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ ഗണ്യമായ ഒരു വർധന കണ്ടിരിക്കുന്നു. അത് ഒരു നല്ല സൂചനയാണ്. കാരണം വോട്ടർമാർ കൃത്യമായി അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതിൽ നല്ലൊരു ശതമാനം ആളുകൾ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ കൂടി നൽകുന്നുണ്ട്. മാത്രവുമല്ല, ഈ കാലാവസ്ഥയുടെ പ്രതിസന്ധികൾ കൂടി ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്താം എന്നുള്ളൊരു ചിന്ത കൂടി ഇവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ കാസർഗോഡ് ഉൾപ്പെടെ കാസർഗോഡ്, വയനാട്, ഇടുക്കി, അതുപോലെ തൃശ്ശൂർ, പാലക്കാട് ഈ ജില്ലകളിലൊക്കെയുള്ള ആളുകൾ നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ വർധനയും ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റു ജില്ലകളിലേക്ക് പോകുമ്പോൾ ഈ സാധാരണ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ടിംഗ് അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ നിന്നൊക്കെ കാര്യമായ ഒരു വർധന ഈ മറ്റു ജില്ലകളിൽ ഉണ്ടായിരിക്കുന്നു. പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന ആ വോട്ടിംഗ് ശതമാനവും നിയമസഭയിൽ ഉണ്ടാകുന്ന വോട്ടിംഗ് ശതമാനവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സാധാരണ പാർലമെൻറ്റിലേക്ക് അങ്ങനെ വലിയ തരത്തിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കുത്തൊഴുക്കോ അല്ലെങ്കിൽ ബഹളമോ ഒന്നും ഉണ്ടാവാറില്ല. അതൊരു സാധാരണഗതിയിൽ ഒരു സാധാരണ അവസ്ഥയിൽ ഒരു പോളിംഗാണ് നടക്കുകയാണ്. പക്ഷേ അതവിടെ നിർത്തിയതിന് ശേഷം നമുക്ക് 2001-ലെയും 2026-ലെയും ശതമാന കണക്കുകൾ നോക്കുമ്പോൾ 2021-ന് ഒരു സവിശേഷ സാഹചര്യം ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. പോളിംഗ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ കാരണം വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നിട്ട് തന്നെയും അന്ന് രാവിലെ ഉള്ള ഈ സമയത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 17% വരെ ഉയർന്നിരുന്നു ആദ്യത്തെ 3 മണിക്കൂറിൽ. അത് എല്ലാ ജില്ലകളിലും അങ്ങനെ 17% ഉയർന്നിരുന്നെങ്കിൽ തന്നെ ഒരു ആവറേജ് കണക്ക് വെച്ച് 17%. പക്ഷേ ഇവിടെ ആ 17 കഴിഞ്ഞിരിക്കുന്നു, ഏകദേശം 20-ലെത്തിക്കുന്നു. അതിനേക്കാൾ 3% കൂടുതലായി കണക്കുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്നതിനുള്ള താല്പര്യം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. അതേസമയം പ്രവാസി വോട്ടുകളുടെ കണക്ക് അത് പിന്നീട് മാത്രമേ അതിനൊരു വ്യക്തത വരികയുള്ളൂ. കാരണം വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായിട്ടുള്ള, പ്രത്യേകിച്ചും ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധി നിൽക്കുന്ന ഗൾഫ് നാടുകളിൽ നിന്നുള്ള ആളുകളുടെ വോട്ട് കുറവാണോ കൂടുതലാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗണ്യമായ വർധന കാണിക്കേണ്ടത് പ്രധാനമായും മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഈ 4 ജില്ലകളിലാണ് അതിൻ്റെ സൂചനകൾ കാണേണ്ടത്. പക്ഷേ ആ 4 ജില്ലകളിൽ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ വർധന ഉണ്ടായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ നല്ല വർധന കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രവാസികളുടെ വോട്ടും കാര്യമായി കുറഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. അങ്ങനെ കേരളം വോട്ടെടുപ്പിൻ്റെ ആദ്യ 3 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും അതിൻ്റെ വോട്ടിംഗ് ശതമാനം 20.2% ഉയർന്നിരിക്കുന്നു. അത് നല്ല സൂചനയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. MS ശരി, ഈ വോട്ടെടുപ്പിനിടെ ഒരു അപകടം നടന്നിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ശ്രീനാരായണപുരത്ത് വോട്ടെടുപ്പ് കേന്ദ്രത്തിലെ സീലിംഗ് ഫാൻ തകർന്നു വീണു. പടപട ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഫാൻ തകർന്നു വീഴുകയായിരുന്നു. പക്ഷേ ആർക്കും പരിക്കൊന്നും ഏറ്റില്ല.